വാതിലടച്ച് ഇരിക്കാറുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം അറിയില്ലല്ലോ. പെൺകുട്ടികളാണെങ്കിൽ മാത്രമേ അവർക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ. കേസില്ല എന്നാണ് പറഞ്ഞത്. ആൺകുട്ടികളാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. ഈ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശരിയാണല്ലോ എന്നുള്ളത് ഞാനും ചിന്തിച്ചു. കാരണം ഒരു പെൺകുട്ടി എങ്ങാനാണ് സൂയിസൈഡ് ചെയ്തെങ്കിൽ അതിന് കാരണക്കാരായ ആൺകുട്ടികളെ എന്തായാലും അവർക്കൊരു കേസ് ഉണ്ടാവും. പകരം ഒരു ആൺകുട്ടിയുടെ കയ്യിൽ നിന്നാണ് സംഭവിക്കണതെങ്കിൽ പെൺകുട്ടികൾക്കെതിരെ പൊതുവെ കേസെടുക്കാറില്ല. നമ്മുടെ നിയമങ്ങൾ അങ്ങനെയാണ്. പാലക്കാട് ജില്ലയിലുള്ള ഈ ഉമ്മയുടെ അനുഭവം വല്ലാതെ നൊമ്പരപ്പെടുന്ന ഒന്നാണ്. ആകെ ഒരു ആൺകുട്ടി, ഒരു ഹാരിസ് എന്ന് പേര്, 24 വയസ്സുള്ള മകനുണ്ട്. പിന്നെ 2 പെൺകുട്ടികളാണ്. ആ കുടുംബം നോക്കുന്നത്, ആ കുടുംബത്തിൻ്റെ വാടക വീടിൻ്റെ വാടക കൊടുക്കുന്നത് എല്ലാം A to Z വരെ ഈ ഒരു മോനായിരുന്നു. ഒരൊറ്റ പിഴവേ പറ്റിയുള്ളൂ. ഇവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഇടക്ക് വെച്ച് ബ്രേക്കപ്പായി. ഇനി ഒരിക്കൽ പോലും ഒരു ബന്ധം പാടില്ലെന്ന് പറഞ്ഞു. അതിനുവേണ്ടി കടലാസും കാര്യങ്ങളും സ്റ്റേഷനിൽ പോയിട്ട് എഴുതിയിട്ടൊക്കെ വാങ്ങി. പക്ഷേ ഇവൻ്റെ മനസ്സിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മുഖം മാഞ്ഞില്ല. ആ സ്നേഹം തീർന്നു പോയില്ല. ചില ആളുകൾ അങ്ങനെയാണ്. നിഷ്കളങ്കരായ ആളുകളാണെങ്കിൽ ഒന്നങ്ങോട്ട് മായ്ക്കാൻ പറയുമ്പോഴേക്കും മാഞ്ഞു പോയില്ല. ഇവൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം വല്ലാതെ ഉണ്ടായിരുന്നു. ഒടുവിൽ അത് സഹിക്കാൻ കഴിയാത്തൊരു നിമിഷത്തിൽ ഇവൻ ചെയ്തൊരു കാര്യം സ്വയം ജീവനൊടുക്കുന്നതായിരുന്നു. വീഡിയോ എടുത്തതിലൊക്കെ സംസാരിച്ചിട്ടാണ് അവന് ചെയ്തിരിക്കുന്നത്. ഓരോ തവണയും അവളെ ഇൻഫോം ചെയ്യും, ഞാൻ ഇങ്ങനെ കഴിക്കുന്നുണ്ട്, ഞാൻ മരിക്കണം, നിന്നെ ശല്യപ്പെടുത്താൻ ഇനി വരില്ല. അവസാനമായിട്ട് ഒരു വട്ടെങ്കിലും നീ എന്നോട് സംസാരിക്കും, എന്തായാലും ഞാൻ മരിക്കും, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ അത്രയ്ക്കോളം ഞാൻ 1 വർഷം ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, എന്തെന്ത് ചെയ്തിട്ടും എന്നെ കൊണ്ട് കഴിയുന്നില്ല, നിനക്ക് വേണമെങ്കിൽ നിന്റെ ജീവിതം സാധാ രീതിയിലായിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല എന്ന് കെഞ്ചി കണ്ടിട്ടുണ്ട്. കാരണം കണ്ടതിനുള്ള തെളിവ് അവിടെ നമ്മൾ ഇതില് സ്റ്റാറ്റസ് ഇട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുമല്ലോ. അതവന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അവൻ അയച്ചതും അവർ കണ്ടതും. അഥവാ അവർ വീട്ടുകാർ പറയണത് ആ കുട്ടിയല്ല കണ്ടുകണ ഉമ്മയാണ് പറഞ്ഞത്. ഉമ്മയാണെങ്കിൽ പോലും ഒരു വാക്ക് ഞങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ, കാരണം ഒരു തവണയല്ല അവൻ ചെയ്തിരിക്കണത്, മാക്സിമം ഒരു 6-7 ഒരു മാസത്തിൽ തുടർച്ചയായിട്ടാണ് അവനൊരു മാക്സിമം ഒരു 10 തവണത്തിൻ്റെങ്കിലും കൂടുതൽ അവൻ അയച്ചിട്ടുണ്ട്. കാരണം അത്രയും വീഡിയോസും സ്ക്രീൻഷോട്ടും അവൻ്റെ ഫോണിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അവൻ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവന് ഇത്രയും പ്രാവശ്യം ചെയ്തിരിക്കണമെന്നുള്ളത് അറിയുന്നത്. അതുവരെ കൂട്ടുകാരെ വന്ന് വിളിക്കുന്നതിന് മുൻപ് സാധ്യതയെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. ഇല്ല, കാരണം അങ്ങനെയുള്ള ഒരാളല്ല. കാരണം അത്രയ്ക്കും ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം എന്ത് വന്നാലും എന്തെങ്കിലും നമുക്ക് ചെയ്യാം, അങ്ങനെ വീട് വാങ്ങണം, അങ്ങനെ ആ ഒരു മൈൻഡ് മാത്രമായിരുന്നു അവനക്ക്. വീട്ടിൽ നല്ലപോലെ എല്ലാവരും പോലെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, കുടുംബത്തിലത്തെ എല്ലാ കാര്യങ്ങളും അവനായിരുന്നു നോക്കിയിരുന്നത്. കാരണം ഞങ്ങളൊരു ചെറിയൊരു വീട് തറവാട്ടിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്, അതും പൊട്ടി പൊളിഞ്ഞ ഒരു നിലയിലായിരുന്നു. അപ്പോൾ അവന് ഒരു +2 പാസ്സായിട്ട് പഠിക്കാൻ പോവാതെ വീട്ടിൻ്റെ സ്ഥിതി കണ്ടിട്ട് അവന് നേരെ വർക്കിൽ ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ അവൻ ആ 17 വയസ്സിൽ വർക്കിന് ഇറങ്ങാൻ തുടങ്ങിയിട്ട് 19 വയസ്സാകുമ്പോഴത്തേനും അവൻ സ്വന്തമായിട്ട് വണ്ടി, ഫുൾ എമൗണ്ട് ഇട്ട് വണ്ടി അവൻ മേടിച്ചു. അതുപോലെ അവർക്ക് വണ്ടി എടുത്തു. അതിന് ശേഷം അവന് പണിക്കുള്ള സാധനങ്ങൾ തന്നെ തനിയെ കുറച്ച് പൈസ ചിട്ടിയൊക്കെ ചേർന്നിട്ട് സ്വന്തമായിട്ട് ആ തൊഴിൽ തുടങ്ങാൻ വേണ്ടി 20 വയസ്സാകുമ്പോഴത്തേനും അവന് തൊഴിൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെ എല്ലാം മേടിച്ച് റെഡിയാക്കി അവൻ തന്നെ തൊഴിൽ തുടങ്ങി. അതിന് ശേഷമാണ് വീട്ടിലിപ്പോൾ സാധനങ്ങളായിക്കോട്ടെ, TV, ഫ്രിഡ്ജ്, എല്ലാ കാര്യങ്ങളും എല്ലാം അവൻ മേടിച്ചിട്ടതാണ്. അതുവരെയ്ക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. വാടക ഒക്കെ അവൻ തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ വീട്ടിന് ഇവിടെ അഡ്വാൻസ് 1 ലക്ഷം രൂപ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ വാടകയും കറണ്ട് ബില്ലായിക്കോട്ടെ എല്ലാം കുറച്ചിങ്ങനെ. പിന്നെ ഉപ്പാക്ക് പറഞ്ഞാൽ ഉപ്പാക്കിപ്പോൾ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ 3 ഓപ്പറേഷൻ ഉപ്പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉപ്പാക്ക് വർക്കിന് അത്ര പോകാനൊന്നുമില്ല. ചിലപ്പോൾ പോകും, ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ആയിട്ട്. ഉപ്പാക്ക് വെറ്റിലുണ്ട്. ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സെയിൽ ചെയ്ത്, കാരണം ഒരു രാവിലെ പോയി പറഞ്ഞാൽ ഒരു 11 മണി 12 മണി മാക്സിമം അതുവരെ ആൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കുറച്ച് നേരം നിന്നിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരും. കുടുംബം നോക്കിയിരുന്നത്. അതെ, ഇവനായിരുന്നു എല്ലാതും. ഞങ്ങളുടെ പ്രതീക്ഷയും അവനിൽ തന്നെ ആയിരുന്നു. ഒരു 20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് വീട്ടിലെത്തിയിട്ടുള്ളത്. അതുവരെയ്ക്കും വീട്ടിൽ വരുന്നത് തന്നെ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ആൺകുട്ടികൾ മരിച്ച കേസൊന്നും വലിയ രീതിയിൽ ഉണ്ടാവില്ല, പെൺകുട്ടികളാണെങ്കിൽ. ഞാൻ ചോദിച്ചു, ഇതാണ് ഈ ഭാഗത്തിപ്പോൾ ആ പെൺകുട്ടിയാണ് ചെയ്തതെങ്കിൽ എന്തായാലും ഞങ്ങൾക്കെതിരെ കേസുകൾ അതെന്തായാലും വരും എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ പോലും അതിനൊരു മറുപടി കൊടുക്കാഞ്ഞതല്ല. ഇങ്ങനെ നിങ്ങൾ കഴിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ കഴിക്കുന്നുണ്ട്, ആ ഉമ്മാനൊന്ന് വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ ആ മകനെ രക്ഷിക്കാമായിരുന്നു എന്നാണ് ഈ ഉമ്മയും സഹോദരിയും പറയുന്നത്. വാതിലടച്ച് ഇരിക്കാറുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം അറിയില്ലല്ലോ. ഓനോന്റെ റൂമിൽ വാതിലടച്ചിരിക്കും. മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ ഇവൾക്ക് അയച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അവരൊന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ
ഇത്ര വലിയൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളുടെ കുട്ടി ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് വീഡിയോ അയക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫോട്ടോ അയക്കുന്നുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞില്ല. ഇവന് ഓരോ തവണ കഴിക്കുമ്പോഴും അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരതൊന്നും കണ്ടിട്ടൊന്നും ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെടില്ലായിരുന്നു. കുടുംബത്തെ അത്താണിയായിരുന്നു എൻ്റെ മോന്. അവനപ്പം ഇല്ലാതായത്. പോലീസ് പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റൂല. പെൺകുട്ടികളാണെങ്കിൽ മാത്രമേ അവർക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ. കേസില്ല എന്നാ പറഞ്ഞത്. ആൺകുട്ടികളാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇവന് ഈ ആത്മഹത്യാ കുറിപ്പൊക്കെ മൊബൈൽ എഴുതി വെച്ചിരുന്നു. ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാരനെയും എല്ലാവരും ദുരിതത്തിലാക്കി തനിച്ചാക്കി വിട്ടിട്ടാണ് പോണത്. എല്ലാം ഇവൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് വന്ന അബദ്ധം ഇനി ഒരാണിനും പറ്റാൻ പാടില്ല. കാരണം അത്രയ്ക്കും വേദനിച്ചിട്ടാണ് ഞാൻ പോകണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇനി ഒരു ആണുങ്ങളും ഒരു പെണ്ണുകാരനും അങ്ങനെ ജീവിതം നശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ എഴുതിയിരിക്കുന്നത്. ഇനി ആ കുട്ടി ഇന്നെ വേറെ ആളിനും ചെയ്യാനും പാടില്ല എന്നൊക്കെയാണ്. ആണുങ്ങൾക്ക് മരിച്ച വിഷയമില്ല, അതേ പെൺകുട്ടികളാണ് പറഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ നിയമം. അതെ, അത് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവിടെ കൊണ്ട് അത് ഇട്ടിട്ടുണ്ടാവും എന്നാണ് അവരുടെ മറുപടി. കാരണം ഇപ്പോൾ ആൺകുട്ടികളുടെ ജീവന് ഒരു വിലയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം വരാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഒരുപാട് ആണുങ്ങൾ അങ്ങനെ ചെയ്തു പോകുന്നത്. കാരണം പെണ്ണുങ്ങൾ സിമ്പിളായിട്ട് സ്നേഹിച്ചിട്ട് അവരെ വിട്ടുകൊണ്ട് പോവുക. പക്ഷെ ആണുങ്ങളുടെ മനസ്സാണ് പെണ്ണുങ്ങളെക്കാട്ടിയും കൂടുതൽ. എൻ്റെ വീട്ടിൽ നിന്ന് കുടുംബക്കാരിൽ നിന്ന് ഒരാൾ മരിച്ച അന്ന് രാത്രി അവിടെ ഫോൺ വിളിച്ച് വീട്ടിൽ പോയി ചോദിച്ചിരുന്നു. അപ്പോൾ അവരുടെ മറുപടി ഭയങ്കര ഇതായിട്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു തരി കുറ്റബോധമോ അല്ലെങ്കിൽ ഞാൻ കാരണമാണ് മരിച്ചത് അങ്ങനെ ഒരുവിധം ഇതല്ലാണ് ആ കുട്ടിൻ്റെയും ആ വീട്ടുകാരുടെയും സംസാരം. അതുവരെയും ഞങ്ങൾ ഇനിയിപ്പോൾ അവൻ ചെയ്തതല്ലേ പിന്നെ കേസൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്കും ഒരു തരി പോലും ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒന്നുമേ. കാരണം ഞാൻ കാരണമാണ് ഇപ്പോൾ ഒരാൾ മരിച്ചെന്നുള്ളൊരു ഇതും അവരുടെ ഭാഗത്തുനിന്ന് സംസാരം ആ പെൺകുട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം പിന്നെ നവംബർ 1-ാം തീയതിയാണ് വൈകുന്നേരം 5 മണിക്കാണ് അവനത് കഴിച്ചിരിക്കുന്നത്, എലിവേഷൻ കഴിച്ചിരിക്കുന്നത്. 2-ാം തീയതി രാവിലെ ആണ് ഞങ്ങൾക്ക് വിവരം അറിഞ്ഞത്. കാരണം അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഇങ്ങനെ ഡോറിന് തട്ടി വിളിക്കുകയാണ് ചെയ്തത്. അല്ല, ഞങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവനെപ്പോഴും മെഡിക്കൽ അതെ 10 മണിയാവും ചിലപ്പോൾ എൻ്റെ കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അവൻ വന്നിട്ട് പിന്നെ വന്ന് കിടക്കാനും ചെയ്യാറ്. അപ്പോൾ പിന്നെ ശരി പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ചിലപ്പോൾ എണിക്കട്ടെ വിചാരിച്ചിട്ടിരുന്നു. പെട്ടെന്ന് അന്ന് ശനിയാഴ്ച ആയിരുന്നു, സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് വന്ന് വാതിൽ തട്ടുകയും ചെയ്തത്. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ അവന് ബ്ലഡൊക്കെ ഛർദ്ദിച്ചിട്ട് റൂമിൽ. അവന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് വയ്യാന്ന് മാത്രം പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് പറയാൻ മടിച്ചിട്ട് എന്തെങ്കിലും എന്നാലും എന്താണെന്നറിയില്ല, അവൻ ഞങ്ങളോട് പറയാൻ അതെ അതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതെ അതെ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് കൊണ്ടുപോയതും ആദ്യം അവർ വയറ് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച്, കാരണം എല്ലാവരും വയറ് ക്ലീൻ ചെയ്താൽ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ ഞങ്ങളും വിചാരിച്ചിരുന്നു. പിന്നെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞതും 3-ാമത്തെ ദിവസം രാവിലെ ഇല്ല, അവന് മരിക്കണ ഒരു 5 മിനിറ്റ് വരെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതെ, സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രം ഒന്ന് സംസാരം മാത്രം ഉണ്ടായി. പക്ഷെ അപ്പോഴും മരിക്കുന്ന ഒരു 5 മിനിറ്റ് വരെയും നോർമലായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. പാലക്കാട് ഇവിടെ ഡോക്ടർമാർ വയറൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞു. ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയി പോവാന്ന് പറഞ്ഞു. പിന്നെ ഓരോരോ റിസൾട്ട് ഓരോ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കംപ്ലീറ്റും അവൻ്റെ ലങ്സിൻ്റെയും അതുപോലെ തന്നെ കിഡ്നിയുടെ കംപ്ലീറ്റും ലിവറിന് മൊത്തം ഫെയിലായി എന്നുള്ളൊരു രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ തൃശ്ശൂർ അല്ലെങ്കിൽ കോഴിക്കോട് എത്തിക്കണം പറഞ്ഞപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിലേക്കാണ് വേഗം കൊണ്ടുപോയത്. പിന്നെ അവിടെ പോയി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി. പക്ഷേ രാവിലെ അവനെ അവിടെ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ പോയി എത്തിച്ചു. പക്ഷെ രാത്രി വരയ്ക്കും ഒന്നും ട്രീറ്റ്മെൻറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി അവർ ഇനി എന്തും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഇത് ഡോക്ടേഴ്സിനെ അറിഞ്ഞതുകൊണ്ട് അവരൊന്നും ചെയ്യാതെ ഒരു 9-10 മണി വരയ്ക്കും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏതൊക്കെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇനി അടുത്തത് എന്താ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിസൾട്ട് ഒരു 6-7 മണിക്ക് കിട്ടും. അതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ICUലാക്കുക അല്ലെങ്കിൽ അവനക്ക് ഒരു ട്രീറ്റ്മെൻറ്റും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവനവിടെ വേദന കൊണ്ടിട്ട് കിടന്ന് പടയെന്ന് ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആ ഒരു 7 മണിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. 7 മണിക്ക് റിസൾട്ട് വന്നപ്പോഴാണ് മാക്സിമം ഒരു 20% ഒരു പ്ലാസ്മ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഡയാലിസിസ് പോലെ പ്ലാസ്മ ചേഞ്ച് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോഴും അവർ പറഞ്ഞത് 20% മാത്രമാണ് ജീവിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞോളൂ. എന്നിട്ട് ചെയ്തു. ഇത് ചെയ്തത് ഒരു 10-11 മണിക്കാണ് രാത്രി ചെയ്തത്.
അങ്ങനെ പ്ലാസ്മ ഒരു 4 ബോട്ടിൽ അവൻ്റെ വേസ്റ്റ് എടുത്തിട്ട് ബാക്കി ഒരു 4 ബോട്ടിൽ യൂസ് ചെയ്താണ് ചെയ്തത്. കൊണ്ടുപോകുമ്പോൾ അവൻ്റെ അത് കണ്ടപ്പോൾ നമ്മൾ ഒരിക്കലും മരിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ അങ്ങനെ ആയിരുന്നു. അതെ എങ്ങനെയെങ്കിലുമൊക്കെ റിക്കവർ ആവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത്. കാരണം അവന് സംസാരിക്കുന്നുണ്ടായിരുന്നു, നടക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ആ ഒരു ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു, വേദന നല്ലോണം ഉണ്ടായിരുന്നു. അത് പക്ഷെ അവൻ എന്ത് വേദന വന്നാലും ഞങ്ങളോട് അറിയിക്കില്ല. ഒരു പനി വന്നാലും ഞങ്ങൾക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ അവൻ്റെ എല്ലാം സഹിക്കാനുള്ള ഒരു ഇത് അവനക്കുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഇത്രയും നടന്നിട്ട് പോലും വീട്ടുകാരനെ അറിയിക്കണ്ട, ഇനിയിപ്പോൾ അവർ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആത്മഹത്യ എന്നുള്ളത് ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സംസാരിച്ചിട്ടും കൗൺസിലിങ്ങിലൂടെയും അതിനെ മറികടന്ന് മുന്നോട്ട് പോവാം. പക്ഷേ എനിക്ക് ഈ ഒരു ഹാരിസ് എന്ന പേരുള്ള പാലക്കാട് ജില്ലയിലെ ഈ ഉമ്മയുടെ മകൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം, നമ്മുടെ എന്ത് കാര്യത്തിനും ഉത്തരവാദി നമ്മൾ തന്നെയാണ്, വേറെ ആരും നമ്മൾ പഴി പറയണ്ട. പക്ഷെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒന്ന് ഇവരൊന്ന് ഇൻഫോം ചെയ്യാനുള്ള ഒരു മാനുഷികമായൊരു പരിഗണന, അതാണ് ഈ വീട്ടുകാർ ചോദിക്കുന്നത്. ആ ഒരു നിമിഷത്തിൽ അങ്ങനെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തൊരു ഭ്രാന്തമായ തോന്നലിൽ ഒന്ന് ചെയ്തു പോയതാവും. അള്ളാഹു ഗഫൂറാണ്. നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി, ഹാരിസ് എന്നുള്ള യുവാവിന് വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.